Hi, it's me Christy and this is my YouTube channel Be With Me Christy. ഇത് എൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ്. എനിക്കറിയത്തില്ല ചാനൽ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ല. ബട്ട് എനിക്കൊരു സുപ്രഭാതത്തിൽ തോന്നി ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത ചാനലാണിത്. അപ്പം ഈ ചാനൽ നന്നായി കൊണ്ടുപോകാൻ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. ദിസ് ഈസ് മൈ ഫസ്റ്റ് വ്ളോഗ് ഇൻ ദിസ് ചാനൽ. ഒരു ചാനൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു, ഒരു വ്ളോഗ് എങ്ങനെ ചെയ്യുന്നു, നിങ്ങൾക്ക് എന്ത് കണ്ടൻറ്റ് തരണമെന്നൊന്നും എനിക്കറിയുന്നില്ല. എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളെ കാണിക്കുന്നു, നിങ്ങളെ അറിയിക്കുന്നു എന്നല്ലാതെ അത് എന്താണ് എത്രമാത്രം അത് നിങ്ങളെ എൻ്റർടൈൻ ചെയ്യിക്കുന്നതെന്നൊന്നും ഇപ്പം എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം എന്നെക്കൊണ്ട് നിങ്ങളെ എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളെല്ലാവരും നിങ്ങളെ കഴിയുന്ന സപ്പോർട്ട് എനിക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ. ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണെന്നുള്ളതും. സോഷ്യൽ മീഡിയയിൽ അധികം ആക്റ്റീവ് അല്ലാത്ത ഞാൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തോന്നിയിട്ട് സ്റ്റാർട്ട് ചെയ്ത ചാനലായത്. അപ്പം വലിയ സോഷ്യൽ മീഡിയ നോളജോ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഇൻസ്റ്റ, യൂട്യൂബ് സാധനങ്ങളും ഒക്കെ യൂസ് ചെയ്ത് സ്ക്രോൾ ചെയ്ത് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അതല്ലാതെ പ്രത്യേകിച്ച് വേറെ നോളജോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ തോന്നിയൊരു സമയത്ത് ഞാനത് സ്റ്റാർട്ട് ചെയ്തു, അത്രേ ഉള്ളൂ. അപ്പം എൻ്റെ ഫസ്റ്റ് വ്ളോഗായ സ്ഥിതിക്ക് ഇതിന് അതിൻ്റേതായ തെറ്റുകുറ്റങ്ങളും കാര്യങ്ങളൊക്കെ കാണും. നിങ്ങളതൊന്ന് ക്ഷമിക്കുക. ഇമ്പ്രൂവ് ചെയ്യേണ്ട ഏരിയാസ് ഏതാണെന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. എന്തൊക്കെ തെറ്റുകളാണ് എൻ്റെ ഭാഗത്തു നിന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ ഞാനത് നെക്സ്റ്റ് വീഡിയോയിൽ അതൊക്കെ പരിഹരിച്ച് വീഡിയോസ് ഇടുന്നതായിരിക്കും. ഇപ്പോൾ ഇടുന്ന വീഡിയോ നിങ്ങൾ 2 കൈ നീട്ടി സ്വീകരിക്കുക. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുക. ഇന്ന് രാവിലെ എനിക്ക് 6:30 ഷിഫ്റ്റ്. അപ്പം ഞാനിപ്പോൾ ഒരു 4:30 എഴുന്നേറ്റു. ഇനി ഫ്രഷ് ആകണം, ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണം. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണം എന്ന് പറയുമ്പോൾ എന്തോ ഉണ്ടാക്കുമെന്ന് ആലോചിച്ചപ്പോഴും ഇന്നലെ രാത്രി അത് ആലോചിച്ചാൽ കിടന്നത്. അപ്പം പുട്ടുണ്ടാക്കാനല്ലേ, അതാകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ എളുപ്പമാണല്ലോ. അപ്പം എന്ത് ചെയ്ത് പുട്ടും ഗ്രീൻ പീസും ഉണ്ടാക്കാമെന്ന് കരുതി ഇന്നലെ രാത്രി തന്നെ ഗ്രീൻ പീസൊക്കെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. അപ്പം പുട്ടും ഗ്രീൻ പീസും ഉണ്ടാക്കണം. അതിന് പിന്നെ ആദ്യം ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം കേട്ടോ. ഒരു ദിവസം തുടങ്ങുമ്പോൾ ഭഗവാനെ കണ്ട് തുടങ്ങുക എന്നുള്ളത് വളരെ സമാധാനം നൽകുന്ന കാര്യമല്ലേ. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു പുട്ടും ഗ്രീൻ പീസും എന്ന് ഉണ്ടാക്കുന്നു എന്നുള്ളത്. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനാണ്. ഗ്രീൻ പീസ് ഓൾറെഡി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. പുട്ട് പൊടി എടുക്കുന്നതിൻ്റെ അളവ് എനിക്ക് കറക്റ്റ് അളവൊന്നും അറിയില്ല. ഞാൻ ഏകദേശം ഒരു അളവിനാണ് എടുക്കുന്നത്. കുക്കിംഗ് അത്ര വലിയ പരിചയമൊന്നുമില്ല, അത്ര വലിയ അറിവൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം ഞാനിപ്പോൾ കുക്ക് ചെയ്യുന്നുണ്ട്. +2 വരെ കുക്കിംഗ് അച്ഛനും അമ്മയായിരുന്നു വീട്ടിൽ ചെയ്തുകൊണ്ടിരുന്നത്. ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്യുന്നല്ലാതെ, പിന്നെ ചായ വെക്കുന്നല്ലാതെ പ്രത്യേകിച്ച് വലിയ കുക്കിങ്ങൊന്നും ആ സമയത്ത് അറിഞ്ഞിരുന്നില്ല. പിന്നെ ഡിഗ്രി പഠിക്കാൻ വേണ്ടി ഹോസ്റ്റലിലോട്ട് വന്നു. ഹോസ്റ്റലിൽ വന്ന സമയത്ത് കുക്കിങ്ങൊക്കെ ആവശ്യമില്ല. അപ്പോൾ ഫുഡൊക്കെ ഹോസ്റ്റലിൽ നിന്നായി. കുക്കിങ്ങിൻ്റെ വശത്തോട്ടേ ഒരു ചിന്തയുണ്ടായിരുന്നില്ല, പഠനം മാത്രമായിരുന്നു. അത് കഴിഞ്ഞ് ജോലി കിട്ടി, തനിച്ച് താമസിക്കാൻ തുടങ്ങിയപ്പം മുതലാണ് കുക്കിങ്ങിനെ കുറിച്ച് ആലോചിച്ച് തുടങ്ങിയത്. കൂടെ ഫ്രണ്ട്സ് ഉണ്ടായതുകൊണ്ട് തട്ടിമുട്ടി ഞാനും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് തട്ടിമുട്ടി ഉണ്ടാക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഒറ്റയ്ക്ക് താമസം തുടങ്ങിയപ്പോഴാണ് കുക്കിങ്ങിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായത്. അപ്പോൾ കുക്കിങ്ങിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായി, ഫുഡിൻ്റെ പ്രശ്നം വന്ന് തുടങ്ങിയെന്ന് കാണുമ്പോൾ അമ്മേനെ ഇടയ്ക്ക് ഇവിടെ കൊണ്ടുവരും, റൂമിൽ കൊണ്ടുവന്ന് നിർത്തും. അപ്പോൾ അമ്മ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി തരും. ഏകദേശം ഫുഡൊക്കെ കഴിച്ച് സമാധാനമാകുന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ അമ്മ തിരിച്ചു പോവും. അമ്മ പിന്നെയും ഇടയ്ക്ക് വരും. അങ്ങനെ ചെറിയ ചെറിയ തട്ടലും മുട്ടലൊന്നും ഇല്ലാതെ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് പോയി. പിന്നെ എപ്പോഴും അമ്മേനെ വിളിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടായതുകൊണ്ടും കുക്കിംഗ് പഠിക്കണം എന്നുള്ളതുകൊണ്ടും ഞാൻ കുക്കിംഗ് പഠിച്ചു. കുക്കിംഗ് പഠിച്ചതെന്ന് പറഞ്ഞാലും വലിയ ഇതൊന്നും പഠിച്ചില്ലെങ്കിലും അത്യാവശ്യം ജീവിക്കാനുള്ള വിധത്തിൽ പഠിച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡിന് ഒന്നുകിൽ ഉപ്പ് കൂടുമ്പോൾ ഉപ്പ് കുറയും, ചിലപ്പോൾ ഉപ്പിടാൻ മറന്നു പോകും, അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ ആയിരുന്നുണ്ടായിരുന്നത്. മുളക് കൂടിപ്പോകുന്നൊക്കെ സിറ്റുവേഷനായിരുന്നു. പിന്നെ ഇപ്പോൾ അതൊക്കെ കുറഞ്ഞ് ഏകദേശം ഒരു പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് പഠിച്ച് തുടങ്ങിയിട്ടുണ്ട്. ആദ്യം ഞാൻ ഉണ്ടാക്കിയ ഫുഡുകളൊക്കെ ആണെങ്കിൽ എനിക്ക് തന്നെ കഴിക്കാൻ പേടിയായിരുന്നു. അപ്പോൾ മൂന്നാമതൊരാൾക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കൊടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ഡ്യൂട്ടി സമയത്തൊക്കെ ഫുഡ് കൊണ്ടുപോയാൽ അവരോടൊക്കെ ടേസ്റ്റ് ചെയ്യുന്നൊക്കെ പറയാൻ കൊടുക്കാൻ എനിക്ക് പേടിയൊക്കെ ആയിരുന്നു. ഇപ്പം എനിക്ക് ആ ഒരു പേടിയില്ല. ഇപ്പം സന്തോഷത്തോടെ ഞാൻ കൊടുക്കാറുണ്ട്, ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ പറയാറുണ്ട്. കാരണം എനിക്ക് മനസ്സിൽ എവിടെയോ ഒരു വിശ്വാസമുണ്ട്, ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് വളരെ നന്നായിട്ടുണ്ട്, അത്ര ടേസ്റ്റ് കുറവൊന്നുമില്ല, കഴിക്കാമെന്നുള്ളൊരു മനോഭാവം ഉള്ളത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ അവർക്ക് കൊടുക്കാറുമുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളെ പുട്ടിനുള്ള പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കുറ്റിപ്പുട്ട് മാത്രമേ ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളൂ, കാരണം വേസ്റ്റാക്കാൻ വയ്യ എന്നുള്ളതുകൊണ്ട്. ബാക്കി വന്ന പൊടി ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി വെക്കുകയാണ് ചെയ്തത്. ഈ തേങ്ങയൊക്കെ നന്നായിട്ട് ഇട്ടിട്ടാണ് ഞാൻ പുട്ടുണ്ടാക്കിയത്. പുട്ട് ഞാൻ ഇങ്ങനെയും ഉണ്ടാക്കാറുണ്ട്, പൊടിയായിട്ട് തരിപുട്ടില്ലേ അതുപോലെ ഉണ്ടാക്കാറുണ്ട്. ആവി കയറ്റി എടുക്കില്ല, ഇഡ്ഡലി പാത്രത്തിൽ ആവി കയറ്റി എടുക്കുന്നില്ല, അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. അതൊക്കെ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചതാണ്, ഇഡ്ഡലി തട്ടിൽ ആവി കയറ്റുന്ന പുട്ടൊക്കെ. അങ്ങനെ നല്ല പുട്ടും ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. രാവിലെ തന്നെ ഇത് കഴിക്കാനൊന്നും സമയം ഉണ്ടായില്ല. രാവിലെ തന്നെ ഇതൊക്കെ ഉണ്ടാക്കി പാക്ക് ചെയ്ത് ഡ്യൂട്ടിക്ക് പോവുക, അത്ര ഉണ്ടാവുള്ളൂ. രാവിലെ 5:30ക്കാണ് ഡ്യൂട്ടി ഉണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ 3:30 ആയപ്പോൾ എഴുന്നേറ്റ്
ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതാണ് ഇതൊക്കെ. 5:30 6:30ക്കായിരുന്നു ഡ്യൂട്ടി. അപ്പോൾ ഒരു 4:30 ആയപ്പോഴാണ് എഴുന്നേറ്റത്. 6:30 ഡ്യൂട്ടി ആയിരുന്നു അന്ന്. 6:30 മുതൽ ഉച്ചയ്ക്ക് 2:30 വരെയായിരുന്നു ഡ്യൂട്ടി ഉണ്ടായിരുന്നത്. രാവിലെ തന്നെ നല്ല തണുപ്പാണ്. ഡ്യൂട്ടിക്ക് പോകേണ്ട കാര്യം ആലോചിക്കുമ്പോൾ ചെറിയൊരു വിഷമസം കൂടെ കൊണ്ട് ഉറക്കം പോകുന്നുണ്ട്. ഉച്ചയ്ക്ക് 2:30 ആകുമ്പോഴേക്കും ഡ്യൂട്ടി കഴിയും. അതാലോചിക്കുമ്പോൾ സന്തോഷമുണ്ട്. അപ്പോൾ ബൈ.